അസ്സലാമലൈക്കും സഹോദരങ്ങളെ. ജബ്ബാർ, അയ്യൂബ് മൗലവി ഒരു സംവാദത്തിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നിറയെ പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അൺമാസ്കിംഗ് അനോമാലിസ് എന്ന ഒരു ചാനൽ വന്നതിന് ശേഷം അമ്പലം പൊളിഞ്ഞ ശൈത്താന്റെ മാതിരി ഓടിക്കൊണ്ടിരിക്കുകയാണ് ലിയാഖത്തും ആരിഫ് ഹുസൈനും. അവര് രണ്ടുപേരും ഇത് ഏറ്റുപിടിച്ചിട്ട് ഒരുപാട് ഇതുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിചാരിതമായി ജബ്ബാർ ഈ സംവാദത്തെ ഏറ്റെടുത്തതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ ജബ്ബാർ പറയുന്നത് ഞാൻ സംവാദം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതൊന്ന് കേൾക്കാം. എനിക്ക് സുഖമില്ലെങ്കിലും ഈ സംവാദത്തിൽ വരാമെന്നും സംവാദത്തിൽ പങ്കെടുക്കാമെന്നും ഏറ്റിട്ടുള്ളത്. എന്തായാലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുറെ സമയം സംസാരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അവിടെ കസേരയിൽ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ ബെഡിട്ട് കിടന്നുകൊണ്ടാണെങ്കിലും ശരി അയ്യൂബുമായിട്ടുള്ള സംവാദത്തിന് ഞാൻ എത്തും. നിങ്ങൾ ഈ കേട്ടതനുസരിച്ചിട്ട് ജബ്ബാർ സംവാദത്തിന് മുന്നോട്ട് വരുമോ? ഇല്ല. ജബ്ബാറിന് ചില അജണ്ടകളുണ്ട്. അയ്യൂബ് മൗലവി പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശക്ക് ചുറ്റും ഇരുന്നാൽ ജബ്ബാർ മാഷിന്റെ ഈ ഇത്രയും ഖുർആൻ ക്ലാസ് ഒരു 2 മിനിറ്റ് തീരാവുന്ന കേസേ ഉള്ളൂ. അദ്ദേഹം തയ്യാറാണ്, ഞാനും തയ്യാറാണ്. ഇപ്പൊ ഞാനും മുമ്പ് ഉത്തരവാദിയായിരുന്നല്ലോ. ഇപ്പൊ ജബ്ബാർ മാഷ് മുന്നിൽ ഇരുന്നിട്ട് മാഷങ്ങൾ ആ പറയുന്ന കാര്യം വാളുകൊണ്ട് പ്രചരിപ്പിച്ച് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ വിചാരിച്ചു മൂപ്പർക്ക് എന്തിനാ തിരുത്താൻ പോണ്, മൂപ്പർക്ക് ഒരു ലക്ഷ്യമുണ്ട്. കേട്ടല്ലോ. എന്താണ് ജബ്ബാറിന്റെ അജണ്ട? ജബ്ബാറിന്റെ അജണ്ട എന്തെന്നാൽ വീഡിയോ ഉണ്ടാക്കുക, അതിൽ നിന്ന് യൂട്യൂബ് വരുമാനം നേടുക, അതിനോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ താറടിച്ചുകൊണ്ടും ഇസ്ലാമിനെ കരുതിച്ചുകൊണ്ടും അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് സംഖ്യകളിലേക്കും എത്തിച്ചുകൊണ്ട് അവരിൽ നിന്ന് സമ്മാനങ്ങൾ നേടുക, അവരിൽ നിന്ന് ഗൂഗിൾ പേ വഴി അദ്ദേഹം പണം നേടുക, എന്നിട്ട് ആ പണം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അടുപ്പിൽ തീ പുകയുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത് ഇദ്ദേഹം ശരിക്കും വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? അല്ല, മറിച്ച് അദ്ദേഹം വെല്ലുവിളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സംഘികളുടെയും പണം ഊറ്റുക, അവരുടെ സഹായം ലഭിക്കുക, അവർ സ്പോൺസർ ചെയ്യുക, എന്നിട്ട് അവരുടെ പണം കൊണ്ട് അമേരിക്കയിൽ ചികിത്സാർത്ഥം പോവുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഉഡായിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉഡായിപ്പുകൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ആ ഉഡായിപ്പുകളൊക്കെ മറ്റുള്ള പേരുടെ പേരിൽ തലയിൽ കെട്ടിവെക്കുന്ന ഒരു പ്രവണതയാണ് ഇദ്ദേഹം ആഴക്കടലിന് ശേഷം അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഉഡായിപ്പ് ജബ്ബാർ എന്ന് സോഷ്യൽ മീഡിയ അഭിസംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ജബ്ബാർ സംവാദത്തിന് വരികയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് അദ്ദേഹം പല കാരണങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞിട്ട് അതിനൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇന്ത്യയുമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് വട്ടമേശ സമ്മേളനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്, ഒരു പബ്ലിക് സമ്മേളനങ്ങളായിരുന്നില്ല. എന്നാൽ ഇവിടെ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം വട്ടമേശ സമ്മേളനം അദ്ദേഹത്തിന് ഒരു നികൃഷ്ടമായിട്ടാണ് തോന്നുന്നത്. വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണക്കാര്യം സംസാരിക്കാനും തലാഖിന്റെ സംസാരിക്കാനും വേണ്ടിയുള്ളതാണ്. ടേബിൾ ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉടായ്പിന് പലരും എന്നെ ഇതിനു മുമ്പ് ക്ഷണിച്ചിട്ടുണ്ട്. ആ ഉടായ്പിന് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതിലെനിക്ക് താല്പര്യമില്ല. അങ്ങനെ മേശക്ക് ചുറ്റും ഡൈനിങ് ടേബിളിന് ചുറ്റും അടുക്കളയിലൊക്കെ ഇരുന്ന് സംസാരിക്കേണ്ടത് വല്ല കല്യാണ ആലോചനയോ അല്ലെങ്കിൽ വല്ല കാര്യം തീർക്കുന്ന കേസോ അതല്ലെങ്കിൽ സ്വത്ത് കേസോ ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബക്കാർ തമ്മിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് മേശക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കേണ്ടത്. കേട്ടല്ലോ. അപ്പോൾ ശുഷ്കിച്ച ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഒരു വിഷയം അതിൽ ശരിയും തെറ്റും സംസാരിക്കാൻ 2 വ്യക്തികളുണ്ട്. ആ 2 വ്യക്തികൾ ഒരു മേശക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുക, എന്നിട്ട് അവരുടെ 2 പേരുടെയും ക്യാമറ തുറന്നു വെക്കുക. ഇവർ പറയുന്ന വള്ളിയും പുള്ളിയും ഫുൾ സ്റ്റോപ്പും ഒക്കെ തന്നെ ആ ക്യാമറ പകർത്തുന്നു. പിന്നീട് ആ ക്യാമറയിൽ ഇവർ പറഞ്ഞിട്ടുള്ളതിനെ ജനസമക്ഷം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നാഷണൽ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നും നമ്മുടെ നാടിനൊരു മോചനമുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പണിയും ഇല്ലാത്ത കുറേ ആളുകളുണ്ട് ഇൻകിലാബ് വിളിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ടൈം പാസ് ആവാൻ വേണ്ടിയിട്ടാണ് ജബ്ബാർ പറയുന്നത് ഇതിനെ നമുക്കൊരു സോഷ്യൽ പ്രോഗ്രാം ആക്കി മാറ്റാം. അങ്ങനെ ഒരു സംഭവം ജബ്ബാർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പക്ഷെ മൂപ്പര് ഈ പറഞ്ഞ പോട്ടുള്ള ഉഡായിപ്പിന്റെ ഉസ്താദായതുകൊണ്ട് പലതരത്തിലുള്ള ഉഡായിപ്പുകളും ഇദ്ദേഹം ഉണ്ടാക്കും. എന്നിട്ട് മൂപ്പര് അതിൽ നിന്ന് വളരെ കൂളായിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. 3 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, ഞാൻ വരുന്നില്ല, ഞാൻ
ഞാൻ സംവാദങ്ങൾക്കില്ല എന്നൊക്കെ ഇദ്ദേഹം വളരെയധികം വിപുലമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത്? ഒഴിഞ്ഞു മാറാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് അതിനങ്ങനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റെടുത്തതിന് ശേഷം സുഖമില്ല, വട്ടമേശ സമ്മേളനം പറ്റില്ല, അത് പറ്റും ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘികളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് പണം നേടി ഒരു അമേരിക്കൻ ടൂറ് ചെയ്തു വരിക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ജബ്ബാർ ഒരു പാട്രിയോട്ടിക് ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ എറണാകുളത്ത് വന്നിരിക്കുന്നത് തന്നെ എന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ എന്റെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ അമേരിക്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. ഞാൻ ചികിത്സാർത്ഥം അമേരിക്കയിൽ പോകുന്നു എന്ന വാക്ക് അദ്ദേഹം പിൻവലിക്കണം. കാരണം ഇന്ത്യയിലെ ഇന്ത്യയിലെ മെഡിക്കൽ സയൻസിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ത്യയെക്കാളും മെച്ചപ്പെട്ടിട്ടുള്ള ചികിത്സാ സമ്പ്രദായം അമേരിക്കയിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോക്കിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ ഇത്തരത്തിലൊരു സന്ദേശം ഒരു പാട്രിയോട്ടിക് ഇന്ത്യന് കൊടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ അദ്ദേഹം ചികിത്സാർത്ഥം പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം രഹസ്യമായിട്ടാണ് അതിന് പോകേണ്ടത്. പരസ്യമായിട്ട് ഇന്ത്യയിലെ മെഡിക്കൽ സമ്പ്രദായം അല്ലെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇന്ത്യയിൽ ഇല്ലായ്ക, ഇതൊക്കെയാണല്ലോ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഇകഴ്ത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ അമേരിക്കൻ യാത്ര എന്ന് മനസ്സിലാക്കുന്ന സംഘികൾ, നിങ്ങൾ യഥാർത്ഥ ദേശസ്നേഹികളാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അമേരിക്കൻ പോക്കിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ട് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തോട് പറയാം, ഫണ്ട് ചെയ്യാം, ഇന്ത്യയിൽ ചികിത്സിക്കൂ എന്നാണ് പറയേണ്ടത്. ഈ അമേരിക്കൻ ട്രിപ്പിന് മുൻപും ജബ്ബാർ വേറൊരു ഉടായിപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഡിക്ഷണറി ചെക്ക് ചെയ്തും തഫ്സീറുകൾ ചെക്ക് ചെയ്തും ഹദീസുകൾ ചെക്ക് ചെയ്തും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയും വീഡിയോ ചെയ്തു വരുമ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള സമയം നൽകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഇത് ഇവരുടെ ട്രിക്കാണ്. ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നു, എന്നതേ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പോട്ട് വരുമ്പോൾ കുറെ ആളുകൾ ഇവരെ താങ്ങാനുണ്ടാവും. പണ്ടിതുപോലെ തന്നെ ജാമിദയുടെ വീഡിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 50-60 വീഡിയോകൾ ദേ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ദേ എനിക്ക് തിന്നാനൊന്നുമില്ല, ഞാൻ എൻ്റെ ബൈക്ക് വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ ഇവിടെ ജബ്ബാർ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് സ്റ്റെപ്പ് പോലും കയറാൻ നിവർത്തിയില്ല, പക്ഷെ ഞാൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അപ്സ്റ്റെയറിന്റെ മുകളിൽ വെച്ചാണ്. പക്ഷെ ഇപ്പോ ഈ അസുഖം വന്നതിന് ശേഷം എന്റെ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ താഴത്തുള്ള മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഞാൻ കഴിഞ്ഞ 2-3 മാസമായി എന്റെ സ്വന്തം വീട്ടിലുള്ള സ്റ്റെയർ കേസ് പോലും കയറിയിട്ടില്ല. അങ്ങനെ ഈ സംഘികളെ പ്രീണിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വിദഗ്ധരാണ് ഈ പറഞ്ഞിട്ടുള്ള എമുക്കൾ, എക്സ് മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഇദ്ദേഹം തന്റെ കുടുംബത്തിന് കൊടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ക്രിസംഖികളും മുസംഖികളും സംഘികളും എല്ലാവരും കൂടിയിട്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു യൂറോപ്പ്, അമേരിക്ക, ഇസ്രായേൽ ടൂർ അദ്ദേഹത്തിന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെയൊക്കെ പോയി കണ്ടു വന്നതിന് ശേഷം അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി, ഒരുപാട് വീഡിയോകൾ ഇറക്കി അവിടുത്തെ കണ്ട വിശേഷങ്ങളെ കുറിച്ചിട്ട്. അതിൽ കാശ് കൊടുത്തിട്ടുള്ള ക്രിസംഖികളെ വെള്ളത്തിലാക്കുന്ന രീതിയിലൊരു വീഡിയോ വന്നു. ആ വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? ബൈബിൾ എന്ന് പറയുന്ന സാധനം വീട്ടിൽ വെക്കരുത്, അതെങ്ങാനും കുട്ടികൾ എടുത്ത് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിറച്ചും അശ്ലീലമാണ്, അവർ ചീത്തയായി പോകുന്നതാണ് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ ചുറ്റുപാടായി പോയി ക്രിസംഖികളുടെ സ്ഥിതി. ഇപ്പോൾ ക്രിസംഖികൾ കുറച്ച് വിട്ടു നിൽക്കുകയാണ് ഇദ്ദേഹത്തിൽ നിന്ന്. ഇപ്പോൾ കൂടെ നിൽക്കുന്നത് കുറെ മുസംഖികളും സംഖികളും മാത്രമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പോക്ക്, അദ്ദേഹം പഠിച്ച കള്ളനാണ്, കാശുണ്ടാക്കാനുള്ള ഒരു പുതിയ ഐഡിയയും കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.